ഒരൊറ്റ സിനിമയിൽ അസിസ്റ്റന്റ് ഡയറക്ടറായ ശേഷം അതിലെ നായകൻ്റെ ഡേറ്റ് കിട്ടി, അദ്ദേഹത്തെ വെച്ചൊരു സിനിമ ചെയ്ത് അത് സൂപ്പർ ഹിറ്റാക്കി ഇൻഡസ്ട്രിയിലെ തന്നെ ഏറ്റവും വലിയ സംവിധായകരിൽ ഒരാളായി മാറിയ ഒരു സംവിധായകനെ കുറിച്ചും ആ ഒരു സിനിമയെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ദിൽവാലെ ദുൽഹാനിയ ലേ ജായേംഗെ എന്ന് പറയുന്ന സിനിമയിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടാണ് കരൺ ജോഹറിൻ്റെ സിനിമാ ജീവിതം ആരംഭിക്കുന്നത്. അങ്ങനെ ആ ഒരു സിനിമയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അതിലെ നായകനായ ഷാറൂഖ് ഖാനായിട്ട് വളരെയധികം അടുപ്പമായി. അങ്ങനെ ഷാറൂഖ് ഖാൻ ആ ഒരൊറ്റ സിനിമയുടെ എക്സ്പീരിയൻസ് വെച്ച് കരൺ ജോഹർക്ക് ഒരു ഡേറ്റ് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, എന്നെ വെച്ചൊരു കഥ ആലോചിക്ക്, ഒരു 2 വർഷം കഴിഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം, അപ്പോൾ സമയമുണ്ട്, അത് വെച്ചൊന്ന് പ്ലാൻ ചെയ്യുമെന്ന് പറഞ്ഞ് അങ്ങനെ ആ ഒരു സിനിമ കഴിഞ്ഞു. നമുക്കറിയാം ദിൽവാലെ ദുൽഹനിയ ലേ ജായേംഗെ സിനിമ ഭയങ്കര സൂപ്പർ ഹിറ്റായി. അപ്പോൾ അതിൻ്റെ കോസ്റ്റ്യൂം ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ കരൺ ജോഹർ വർക്ക് ചെയ്ത് കരൺ ജോഹർ കുറച്ച് ഷാറൂഖ് ഖാൻ്റെ ഒരു ഗുഡ് ബോക്സിൽ കയറി നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ കരൺ ജോഹറിൻ്റെ അച്ഛൻ പ്രൊഡ്യൂസറാണ്. അപ്പോൾ കരൺ ജോഹറിൻ്റെ അച്ഛനോട് ഷാറൂഖ് ഖാൻ അതിന് ശേഷം പറഞ്ഞിരുന്നത്, കരൺ ജോഹറിൻ്റെ അച്ഛനെ ഒരു 2 ഡേറ്റ് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, അതിൽ 2ാമത്തെ ഡേറ്റ് നിങ്ങളുടെ മകന് വേണ്ടിയാണ്, ഞാൻ കാര്യങ്ങളൊക്കെ മകനോട് സംസാരിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുന്നൊരു സമയമാണ്. പക്ഷേ കരൺ ജോഹർക്ക് പറ്റിയൊരു കഥ കിട്ടുന്നില്ല. അപ്പോൾ ഷാറൂഖ് ഖാൻ ആണെങ്കിൽ 96 ജനുവരി 97 ഒരു ഡേറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത് തുടങ്ങാനാണ്. അപ്പോൾ 96 ജനുവരി ഒരു സമയമായപ്പോൾ കഥ പറയണം എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ കരൺ ജോഹർ കഥയൊന്നും കരൺ ജോഹറിൻ്റെ മനസ്സിൽ വന്നില്ല. അങ്ങനെ ഒരു മാർച്ച് മാസമായി. അപ്പോൾ മാർച്ച് മാസമായപ്പോൾ ഷാറൂഖ് ഖാൻ ആ സമയത്ത് ഒരു സിനിമയുടെ ഷൂട്ടായിട്ട് ജയ്പൂരിലാണുള്ളത്. അപ്പോൾ കരൺ ജോഹർ പറഞ്ഞു ഷാറൂഖ് ഖാൻ്റെ അടുത്ത്, ഷാറൂഖ് ഖാൻ കരൺ ജോഹറിനോട് പറഞ്ഞു, ഇങ്ങനെ ജയ്പൂർ വാ, എന്നിട്ട് നീ കഥ പറ എന്ന് പറഞ്ഞു. അപ്പോൾ ഷാറൂഖ് ഖാൻ്റെ വിചാരം കരൺ ജോഹർ കഥയൊക്കെ റെഡിയാക്കിയിട്ടുണ്ടെന്നാണ്. പക്ഷേ ഒന്നും അതുവരെ സംഭവിച്ചിട്ടില്ല. അപ്പോൾ കരൺ ജോഹർ ആകെ കൺഫ്യൂസ്ഡ് ആയി. കാരണം ഷാറൂഖ് ഖാൻ്റെ അടുത്ത് എന്തായാലും പോയിട്ട് കഥ പറയണം. അപ്പോൾ അങ്ങനെ കരൺ ജോഹർ ഇങ്ങനെ ആലോചിച്ചപ്പോൾ ഷാറൂഖ് ഖാൻ ചെയ്ത സിനിമകളും ഷാറൂഖ് ഖാൻ്റെ റോളുകളെ കുറിച്ചൊക്കെ ആലോചിച്ചപ്പോൾ ഷാറൂഖ് ഖാൻ അങ്ങനെ ഒരു അച്ഛൻ്റെ വേഷം, അതായത് ഒരു കുട്ടിയുടെ അച്ഛൻ്റെ വേഷമൊന്നും അങ്ങനെ ചെയ്തിട്ടില്ല ആ സമയത്തൊന്നും. അപ്പോൾ തോന്നിയത് അങ്ങനെ ഒരു സംഭവം പ്ലാൻ ചെയ്യാം എന്ന് പറഞ്ഞ് കരൺ ജോഹർ ആ സമയത്ത് ജാക്ക് ആൻഡ് സാറ അങ്ങനെ എന്താണ് ഒരു സിനിമ, ഒരു ഇംഗ്ലീഷ് സിനിമ, ആ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ അതിൽ നിന്നൊക്കെ കുറച്ച് ഇൻസ്പിറേഷനൊക്കെ കിട്ടി. അങ്ങനെ കുറച്ച് സീൻസും ഒരു ചെറിയൊരു ത്രെഡ് മനസ്സിൽ വെച്ചിട്ട് ഷാറൂഖ് ഖാൻ്റെ അടുത്ത് എഴുതിയിട്ട് കഥ പറഞ്ഞു. അതിൽ മെയിനായിട്ട് അതിൽ ആ ഒരു അമ്മ ഒരു കുട്ടിക്ക് കത്ത് എഴുതുന്നപ്പോൾ കുച്ചു ചോത്താഹെ എന്നാണ് ആ സിനിമ, നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സിനിമയിൽ ഒരു അമ്മ മകൾക്ക് കത്ത് എഴുതുന്നതും റാണി മുഖർജി ക്യാരക്ടർ കത്ത് എഴുതുന്നതും മകൾ ആ കത്ത് വായിക്കുന്നതും അച്ഛൻ്റെ പഴയ സുഹൃത്തായ കജോളിനെ കൊണ്ടുവരുന്നതും ഒന്നിപ്പിക്കുന്നതും അങ്ങനത്തെ ഒരു കഥയാണത്. അപ്പോൾ ആ ഒരു ത്രെഡ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഷാറൂഖ് ഖാനോട് പറഞ്ഞു. ഇത് ഷാറൂഖ് ഖാൻ ഇഷ്ടപ്പെട്ടു, ഷാറൂഖ് ഖാൻ വർക്ക് ചെയ്തോളാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് തിരിച്ച് ബോംബെയിലെത്തിയിട്ട് കജോളിനോടും പറഞ്ഞു. അപ്പോൾ രണ്ടുപേരും ഓക്കെയാണ്. അപ്പോൾ 97 ഒക്ടോബറിൽ ആ സിനിമ ചെയ്യാം, ആ ഷൂട്ട് തുടങ്ങാം എന്നൊക്കെ രീതിയിൽ ഇവർ രണ്ടുപേരുടെയും ഡേറ്റും കാര്യങ്ങളൊക്കെ ഓക്കെ. കരൺ ജോഹറുടെ ഏറ്റവും വലിയ സുഹൃത്ത് എന്ന് പറയുന്നതും ഒരു ഗുരു എന്ന് പറയുന്നതൊക്കെ ആദിത്യ ചോപ്രയാണ്. ആദിത്യ ചോപ്രയുടെ അവർ ചെറുപ്പം മുതലുള്ള ഫ്രണ്ട്സാണ്. ആദിത്യ ചോപ്രയുടെ ദിൽവാലെ ദുൽഹനിയ എന്ന് പറയുന്ന സിനിമയിലാണ് കരൺ ജോഹർ അസിസ്റ്റൻ്റായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കഥയും കാര്യങ്ങളൊക്കെ രൂപപ്പെട്ട് കഴിഞ്ഞപ്പോൾ ആദിത്യയുടെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ആദിത്യ ചോപ്ര പറഞ്ഞത്, ഫസ്റ്റ് പടമാണ്, അപ്പോൾ ഇങ്ങനത്തെ ഒരു പടം വേണോ, അതായത് കുറച്ചൊരു സീരിയസ് കഥയാണ്. അതായത് ആ ഒരു കഥ ഭാര്യ മരിച്ച ഒരു കഥാപാത്രമായിട്ട് ഷാറൂഖ് ഖാൻ്റെ ഒരു മകളുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ആംഗിളൊക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞു ഇത് കുറച്ച് സീരിയസ് അല്ലേ എന്ന് പറഞ്ഞപ്പോൾ കരൺ ജോഹർ പറഞ്ഞു, അല്ല, ഇതിലൊരു വേറൊരു ആംഗിളും കൂടി ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഇതിലെ ഒരു ആർച്ചി കോമിക്സിലൊക്കെ വരുന്ന ടൈപ്പ് ഓഫ് ഒരു അങ്ങനത്തെ ഒരു ക്യാരക്ടർ, നമ്മുടെ കജോളുടെ ഒരു ക്യാരക്ടർ, അതായത് ഒരു പെൺകുട്ടിയാണ് പക്ഷേ ആൺകുട്ടികളെ പോലെ നടക്കുന്ന, അങ്ങനെ ഒരു ആൺകുട്ടികളുടെ പോലത്തെ ബോയ് കട്ടൊക്കെ ചെയ്ത് നടക്കുന്ന ഒരു ക്യാരക്ടറിനെ കുറിച്ചൊക്കെ അങ്ങനെ വേറൊരു ആംഗിളും കൂടി ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അത് ചോപ്ര പറഞ്ഞു എന്നാൽ അത് വർക്ക് ചെയ്യുക. അങ്ങനെയാണ് കരൺ ജോഹർ അതിൻ്റെ ഒരു സ്ക്രിപ്റ്റും കാര്യങ്ങളിലേക്കൊക്കെ കിടക്കുന്നത്. അപ്പോൾ കരൺ ജോഹറുടെ ഒരു സ്ക്രിപ്റ്റിങ്ങിൻ്റെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത്, ആ ഒരു സിനിമ നമുക്ക് കണ്ടവർക്ക് അറിയാമെന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഹാഫ് ഒരു കഥ, സെക്കൻഡ് ഹാഫ് വേറൊരു കഥ, അതായത് 2 ടൈപ്പ് ഓഫ് കഥകളാണ്. ആദ്യം ഒരു ക്യാമ്പസ് പശ്ചാത്തലത്തിൽ, അത് കഴിഞ്ഞിട്ട് പിന്നീടുള്ള ഇവരുടെ ഒരു 5 വർഷം 8 വർഷമൊക്കെ കഴിഞ്ഞിട്ടുള്ള ഇവരുടെ ലൈഫ്, അങ്ങനെ രീതിയിലാണത് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ തന്നെ സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ റെഡിയാക്കി. പിന്നെ ഇതിൻ്റെ കാസ്റ്റിംഗ് ആണ്. അപ്പോൾ ഷാറൂഖ് ഖാനും കജോളും ഓൾറെഡി ഓക്കെ. മറ്റേ ക്യാരക്ടർ ചെയ്യാനായിട്ട് ഇതിൽ റാണി മുഖർജിയുടെ ക്യാരക്ടർ, അതായത് ഷാറൂഖ് ഖാൻ കല്യാണം കഴിക്കുന്നതും പിന്നീട് മരിക്കുന്നതുമായ ആ ഒരു ക്യാരക്ടറെ അവർ പല ആർട്ടിസ്റ്റുകളുടെ അടുത്ത് സംസാരിച്ചു. അന്ന് എനിക്ക് തോന്നുന്നു ഇവർ ഐശ്വര്യയുടെ അടുത്ത് സംസാരിച്ചിട്ടുണ്ട്, രവീണ ടണ്ടൻ, ഊർമിള, അങ്ങനെ ഒരുപാട് അന്നത്തെ ഒരു മെയിൻ സ്ട്രീം നായികമാരോടൊക്കെ സംസാരിച്ചിട്ട് പക്ഷേ അവർക്കൊന്നും അതിലൊരു അവർ സാറ്റിസ്ഫൈഡ് ആയില്ല. അവർ പറഞ്ഞു ഇത് കയ്യടി ഇതിൽ കജോളുടെ ക്യാരക്ടർ തന്നെ കൊണ്ടുപോകും, അപ്പോൾ ഞങ്ങൾക്കിതിലൊന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞ് പല നടിമാരും അത് ചെയ്യാൻ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവർ ഷൂട്ടിങ് കാര്യങ്ങളൊക്കെ ഡേറ്റൊക്കെ ഫിക്സ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ആർട്ടിസ്റ്റിനെ കൂടി കിട്ടണം. 2 ക്യാരക്ടറുകളുണ്ട്. ഒന്ന് ഈ പറയുന്ന റാണി മുഖർജിയുടെ ക്യാരക്ടർ, ആ ഒരു ക്യാരക്ടറും പിന്നെ വേറൊരു ക്യാരക്ടറും കൂടിയുണ്ട്. ഇതിൽ കജോളിനെ കല്യാണം കഴിക്കാൻ വരുന്ന ഒരു ക്യാരക്ടറും കൂടിയുണ്ട്. അപ്പോൾ അതൊക്കെ ഫിക്സ് ചെയ്യാനുള്ള കൺഫ്യൂഷനിൽ നിൽക്കുന്ന സമയത്താണ്
ഷാറൂഖ് ഖാനും അതേപോലെ തന്നെ ആദിത്യ ചോപ്രയും പറഞ്ഞത് ഒരു പെൺകുട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അന്നൊരു ഏതൊരു സിനിമ നടന്നുകൊണ്ടിരിക്കണം, അതിൻ്റെ പ്രൊമോ കാര്യങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്, ഒന്ന് കണ്ടു നോക്കും, ചിലപ്പോൾ നമുക്ക് പറ്റുന്നതായിരിക്കും എന്നും പറഞ്ഞിട്ട് ആ ഒരു കാര്യങ്ങൾ ആ ഒരു സിനിമയുടെ പ്രൊമോ ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ കൊള്ളാം എന്ന് പറഞ്ഞ് അങ്ങനെ അതാണ് റാണി മുഖർജി. അങ്ങനെ റാണി മുഖർജീനെ കാണാൻ വേണ്ടിയിട്ട് കരൺ ജോഹർ പോകുന്നു. കരൺ ജോഹർ റാണി മുഖർജിയുടെ വീട്ടിൽ പോയിട്ട് കഥയും. അപ്പോൾ ആദ്യം റാണി മുഖർജിയെ കണ്ടു കഴിഞ്ഞപ്പോൾ കരൺ ജോഹർ റാണി മുഖർജി ഇത് ചെയ്യില്ല, നോ പറയാനായിരിക്കുമെന്ന് ധാരണയിൽ തന്നെയാണ് പോണത്. പക്ഷേ റാണി മുഖർജിക്ക് അത് ഓക്കെ ആയിരുന്നു. റാണി മുഖർജി കഥ കേട്ടിട്ട് ഓക്കെ പറഞ്ഞു. അങ്ങനെ റാണി മുഖർജി അതിൽ ഓക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് കരൺ ജോഹർക്ക് ഒരു എന്താ പറയുക ഒരു വിശ്വാസം വന്നത്. കാരണം കരൺ ജോഹർ വിചാരിച്ചത് റാണി മുഖർജി നോ പറയുമായിരിക്കും എന്നുള്ളതാണ്. പക്ഷേ അവരത് ഓക്കെ ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് തന്നെയാണ് അവർ ആമിർ ഖാൻ്റെ ഗുലാം എന്ന് പറയുന്ന ഒരു സിനിമയും കമ്മിറ്റ് ചെയ്ത്, അതായത് റാണി മുഖർജി സിനിമകളൊന്നും അന്ന് റിലീസായിട്ടില്ല, പക്ഷേ കമ്മിറ്റ്മെൻറ്റ്സ് ഒക്കെ നടത്തി ഒരു അപ്കമിങ് ആർട്ടിസ്റ്റായിട്ട് ഇങ്ങനെ കയറി വരുന്ന ഒരു സമയമാണ്. അപ്പോൾ റാണി മുഖർജി സെറ്റായി. പിന്നെ അതിൽ മറ്റേ ഒരു നായക കഥാപാത്രം. അപ്പോൾ ആ ഒരു നായക കഥാപാത്രത്തിന് വേണ്ടി വേറെ പല നടന്മാരെയും കണ്ടു. ഇവരുടെ സെയ്ഫ് അലി ഖാൻ ആദ്യം പോയി കണ്ടു. സെയ്ഫ് അലി ഖാൻ കഥ ഫുള്ള് കേട്ടു. പക്ഷേ സെയ്ഫ് അലി ഖാൻ പറഞ്ഞു ഇതിലൊന്നും ചെയ്യാനില്ല, ഞാൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. ആ സമയത്ത് മാച്ചീസ് എന്ന് പറയുന്ന ഒരു സിനിമ ഇറങ്ങി ഒന്ന് ശ്രദ്ധിക്കപ്പെട്ട് നിൽക്കുന്ന ഒരു യുവനടനാണ് ചന്ദ്രചൂർ സിംഗ് എന്ന് പറയുന്ന ഒരു നടൻ. അദ്ദേഹത്തിൻ്റെ അടുത്തും പോയിട്ട് കഥയൊക്കെ പറഞ്ഞു. പക്ഷേ അദ്ദേഹം അത് കഥ കേട്ടു, 2 ദിവസം കഴിഞ്ഞിട്ട് പറയാമെന്ന് പറഞ്ഞു. അദ്ദേഹം നോ പറഞ്ഞു. അപ്പോൾ ഒരുവിധം നടന്മാരൊന്നും ആ റോള് ചെയ്യാൻ സമ്മതിക്കുന്നില്ല. അങ്ങനെ ആ സമയത്ത് ഇവരുടെ ഒരു ഫാമിലി ഫംഗ്ഷന് വെച്ചിട്ട്, ഒരു പാർട്ടിക്ക് വെച്ചിട്ട് സൽമാൻ ഖാനെ കരൺ ജോഹർ കണ്ടു. അപ്പോൾ സൽമാൻ ഖാനെ കരൺ ജോഹർ കണ്ടു കഴിഞ്ഞിട്ട് സൽമാൻ ഖാൻ പോയിട്ട് കരൺ ജോഹർ അടുത്ത്, ഇവർ പിന്നെ ഓൾറെഡി പരിചയക്കാരാണ്, പോയിട്ട് ഇങ്ങനെ പുതിയ സിനിമയുടെ കാര്യങ്ങളൊക്കെ വെച്ച് പറഞ്ഞു ഇതിലിങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ട്, എനിക്ക് അത് ആളായിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ സൽമാൻ ഖാൻ പറഞ്ഞു എൻ്റെ അടുത്തൊന്ന് കഥ പറ. അപ്പോൾ സൽമാൻ ഖാനെ ഒന്നും സൽമാൻ ഖാൻ ആ സമയത്ത് ആക്ഷൻ റോളുകൾ അങ്ങനത്തെ റോൾസൊക്കെ ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പോൾ സൽമാൻ ഖാൻ അതൊന്നും ചെയ്യില്ല എന്നുള്ള ധാരണയിൽ തന്നെയാണ് കരൺ ജോഹർ സൽമാൻ ഖാൻ്റെ അടുത്ത് പോകുന്നത്. പക്ഷേ സൽമാൻ ഖാൻ കഥ ഫുൾ കേട്ടിട്ട് പറഞ്ഞു എനിക്കിതിൽ പ്രത്യേകിച്ച് ചെയ്യാൻ കാര്യങ്ങളൊന്നുമില്ല, പക്ഷേ ഞാൻ ഈ റോള് ചെയ്യാം, അത് നിനക്ക് വേണ്ടിയല്ല, നിൻ്റെ അച്ഛന് വേണ്ടി. അതായത് കരൺ ജോഹറുടെ അച്ഛൻ യാഷ് ജോഹർ എന്ന് പറയുന്ന വളരെ എല്ലാവരും എന്താ പറയുക വളരെയധികം ബഹുമാനിക്കുന്ന, ഇൻഡസ്ട്രിയിൽ എല്ലാവർക്കും റെസ്പെക്റ്റുള്ള വളരെ സീനിയർ ആയിട്ടുള്ള ഒരു പ്രൊഡ്യൂസറും വളരെ നല്ലൊരു വ്യക്തിയും കൂടിയായിരുന്നു അദ്ദേഹം. അപ്പോൾ പറഞ്ഞു ഇത് നിൻ്റെ അച്ഛന് വേണ്ടിയാണ് ഞാൻ കമ്മിറ്റ് ചെയ്യണത്, അച്ഛൻ്റെ അടുത്ത് പറയണം അദ്ദേഹത്തിന് വേണ്ടി ഞാൻ അദ്ദേഹത്തിൻ്റെ മകന് ഡേറ്റ് കൊടുക്കുന്നു. അങ്ങനെ സൽമാൻ ഖാനും ആ സിനിമയ്ക്ക് ഡേറ്റ് കൊടുത്ത് കരൺ ജോഹറിൻ്റെ ആദ്യത്തെ സിനിമയിൽ ഷാറൂഖ് ഖാൻ, കജോൾ, സൽമാൻ ഖാൻ, റാണി മുഖർജി അങ്ങനെ ഇവരെല്ലാവരെയും ചേർത്ത് വെച്ച് ആ ഒരു സിനിമ കുച്ച് കുച്ച് ഹോത്താ ഹൈ എന്ന് പറയുന്ന ഒരു സിനിമ 97 ഷൂട്ടിംഗ് തുടങ്ങുകയാണ്. പിന്നെ ആ ഒരു സിനിമയുടെ ഷൂട്ടിങ്ങിൻ്റെ ഇടയിലെ സംഭവം അതിൻ്റെ റിലീസ് സമയത്തൊക്കെ കുറേ പ്രതിസന്ധികളൊക്കെ നേരിട്ട് ഒരു വധഭീഷണി വരെ ഇതിൻ്റെ സംവിധായകൻ നേരിട്ട കഥകളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ പറയാം.